ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയാണ് ഈ മന്ദാഗിരി ഹിൽസിനെ പറ്റി കാണുന്നത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് 1 അവർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനുള്ളൂ. നമ്മൾ മെയിനായിട്ട് ഇവിടെ ഒരു ജെയിൻ ടെമ്പിളും പിന്നെ ഒരു ലോർഡ് ചന്ദ്രപ്രഭു ഒരു അങ്ങനെ ഒരാളുടെ സ്റ്റാച്യു ഒക്കെ വലിയ സ്റ്റാച്യു ഒക്കെ ഉണ്ടെന്നിട്ടാണ് റിവ്യൂ കണ്ടത്. ഇവിടെ വരാൻ പറ്റിയ സമയമായിരുന്നു ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. ഞങ്ങൾ മോർണിംഗിലാണ് എത്തിയത്, അപ്പോൾ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. ഈ മലയുടെ മുകളിലാണ് ഒരു ജെയിൻ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഈ മല നമുക്ക് ഇങ്ങനെ സ്റ്റെയറിൽ കൂടി കയറാം. പിന്നെ ഈ മലയുടെ ഈ സ്റ്റെയറിന് ഇപ്പുറമുള്ള പാറയുടെ സൈഡിൽ കൂടിയും പോകാം. ഈ സ്റ്റെയർ ഇങ്ങനെ ഭയങ്കര സ്ലോപ്പായ സ്റ്റെയറിൽ ഇങ്ങനെ പരന്ന ടൈപ്പ് സ്റ്റെയറാണ്. അപ്പം നമുക്കിങ്ങനെ കയറും അത്ര സാധാ സ്റ്റെയർ കയറുന്നതിൻ്റെ ഒരു ക്ഷീണങ്ങളൊക്കെ എത്തപ്പോഴൊന്നും വരില്ല. പിന്നെ എപ്പോഴും നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഈ കയറുന്നതിൻ്റെ ക്ഷീണമൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല. പിന്നെ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും. കാരണം ഭയങ്കര ഇങ്ങനത്തെ കണ്ടാലറിയാം ഇങ്ങനത്തെ പാറലൊക്കെ ഭയങ്കര എന്താ പറയുക സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെയറും അത്യാവശ്യം സ്ലിപ്പറി തന്നെ ആയിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഈ പാറ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെയറാണ്. അപ്പം നല്ല സ്ലിപ്പറി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് മഴക്കാലത്തൊന്നുമല്ല, സാധാ സമയത്താണ് വന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റെയർ ഉണ്ടാകുക അവിടെ. അത്യാവശ്യം ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം കയ്യിൽ കരുതുന്നപ്പോൾ നല്ലതാണ്. മുകളിലൊന്നുമില്ല, മുകളിലൊരു ടെമ്പിൾ മാത്രമാണുള്ളൂ. നമുക്ക് വേറെ ഒന്നും മുകളിൽ അവൈലബിൾ അല്ല. താഴെ നിങ്ങൾക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളം കൊണ്ടുപോകുക. അതൊരു പ്രശ്നങ്ങളും ഇല്ല അവിടെ. ഞങ്ങൾ മുകളിലെത്തി, ഈ ടെമ്പിളിൻ്റെ തൊട്ട് താഴെ എത്തി. ഇവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ ഫ്രണ്ടിൽ. പക്ഷെ നമുക്ക് മുകളിലോട്ടൊക്കെ പോകാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഈ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആണ്. എപ്പോഴും ഇങ്ങനെ കാറ്റും അടിച്ചുകൊണ്ടിരിക്കും, നല്ല തണുത്ത കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഈ ജെയിൻ ടെമ്പിളിന് തൊട്ട് മുമ്പിലുള്ളൊരു ഇതാണ്. ഈ കാണുന്നതൊക്കെ ആർട്ടിഫിഷ്യലാണ്. അതായത് ഇത് അവരുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. എനിക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നത്, പിന്നെ ഒരു വലിയൊരു മരവും, പിന്നെ അവിടെ കുറേ പ്രതിമകളും കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും ഒറിജിനല്ല. ഈ ഇരിക്കുന്ന ആൾക്കാർ ഒറിജിനല്ല, ആ മരം ഒറിജിനല്ല, ഒന്നും ഒറിജിനല്ല, എല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആൾക്കാർ ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ വല്ല പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അതൊന്നും ഒറിജിനലല്ല, എല്ലാം ആർട്ടിഫിഷ്യലാണ്. നമുക്ക് അമ്പലത്തിനുള്ളിൽ ഇതിൻ്റെ തൊട്ടവിടെ തന്നെ വലിയൊരു അമ്പലമാണുള്ളത്. പിന്നെ അവിടെ ഈ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അതായത് ജൈൻ മതത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ഈ സ്റ്റെയർ യൂസ് ചെയ്യാതെ താഴെ നിന്ന് ഓട്ടോ പിടിച്ച് നമുക്ക് വരാൻ പറ്റും. ആൾക്കാർ പറഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടോ പിടിച്ച് ഈ മുകളിൽ വരെ എത്താൻ പറ്റുന്നതാണ്. ഈ ഇപ്പുറ സൈഡാണ് ഈ അമ്പലം വരുന്നത്. അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ് വരുന്നത്. നല്ല രസമുള്ള ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ ആകാശവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ബ്ലൂ കളറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസൊക്കെ അടിപൊളി രസത്തിൽ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കയറാൻ ഫീയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. എവിടെയും ഒരു എൻട്രി ഫീ ഇല്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ലേക്ക് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെയും കൂടെ പോകാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടാണ് വന്നത്. ഈ കാണുന്നതാണ് ലേക്ക്. പക്ഷേ ആ സമയത്ത് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ബോട്ടിങ് എന്തോ കാരണം കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങളത് ഈ ലേക്കിലോട്ട് പോകുന്ന പ്ലാൻ ഡ്രോപ്പ് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഈ താഴെ ഇവിടെ നമുക്ക് ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ഈ ഈ ഈ കാണുന്ന പീക്കോക്ക് ടെമ്പിളാണ് നമ്മൾ മന്ദാകിനി ഹിൽസ് മറ്റു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുക. അത്യാവശ്യം നല്ല വലിയ ടെമ്പിളാണ്. ഈ രണ്ട് മുകളിലുള്ള ഈ മലമുകളിലുള്ളതും ഈ താഴെ കാണുന്ന പീക്കോക്ക് ടെമ്പിളും കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. പിന്നെ ഈ കാണുന്ന സ്റ്റാച്യു അത്യാവശ്യം നല്ല ഫീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ 60 എത്രയോ അടി ഫീറ്റ് അവർ പറയുന്നുണ്ട്. അത്യാവശ്യം വലിയ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ഇതും എനിക്ക് വായിക്കാൻ പറ്റിയത് ലോർഡ് ചന്ദ്രപ്രഭു അങ്ങനെ ഒരാളുടെ സ്റ്റാച്യു ആണ്. പിന്നെ ഇതാണ് നമ്മൾ കാണുന്ന പീക്കോക്ക് ടെമ്പിൾ. ഇതിനുള്ളിൽ നോർമൽ ടെമ്പിളാണ്. വിളക്ക് കത്തിക്കുന്നതും പൂജാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ വന്ന് തൊഴുന്നുണ്ട്. അതായത് ഈ മതവിശ്വാസക്കാർ വന്ന് തൊഴുന്നുമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഒരു പ്രശ്നങ്ങളുമില്ല. എൻട്രിയും ഫ്രീ ആണ്.